ഈ ഓട്ടോമേഷൻ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ അതിനോടുള്ളൊരു ക്രേസ് കൊണ്ടാണ്. ഓക്കെ, കാരണം ഇവിടെ ഈ പുതിയ പുതിയ ഐറ്റംസ് വരുന്നത് എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വന്നാലാണ് ഗേറ്റ് ഞാൻ ഓട്ടോമേഷൻ ചെയ്ത് ഫുള്ളി CCTV ചെയ്ത്. ഇപ്പോൾ ഓരോ സ്വിച്ച് ഇവിടെ സ്വിച്ചുകൾ അധികമാണ്. അപ്പോൾ ഏതൊക്കെ സ്വിച്ച് ഏതൊക്കെ ലൈറ്റിനാണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവരെ ഈ പ്രോഗ്രാം വെച്ചാണ്ട് നമ്മൾ ഒക്കെ കൺട്രോളാക്കി ഇപ്പോൾ നമ്മൾക്കറിയാം ഓരോ റൂമിൽ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ പുറത്തെ ലൈറ്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ലൈറ്റ് ഏത് ടൈമിൽ വർക്ക് ചെയ്യണം. ഇനിയിപ്പോൾ ഡോറ് ഓപ്പൺ ചെയ്താൽ എപ്പം തുറന്ന് അതിന് നമുക്ക് അലാറം ചെയ്യും. മറ്റേതാകുമ്പോൾ നമുക്ക് ആദ്യമാകുമ്പോൾ നമുക്കൊന്നും അറിയാൻ കഴിയുന്നില്ല, കാരണം ഇവിടെ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതേമാതിരി തന്നെയാണ് ഈ റൂമിൽ ഞാൻ ഗ്ലാസ് വെച്ച് ചെയ്തപ്പോൾ ഒരു വെറൈറ്റി ആണെന്ന് ഞാൻ കരുതി. ഓക്കെ, അതിൽ പെട്ടാണ് ഇപ്പോൾ ഇത് ഗ്ലാസ്സിന് പ്രൈവസി സിസ്റ്റം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് കർട്ടൺ ഒഴിവാക്കണം എന്നുള്ള ഒരു കർട്ടൺ എന്ന് പറഞ്ഞാൽ പഴയ മോഡലാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചേഞ്ച്. അപ്പോൾ അതിന് എന്താണെന്ന് നോക്കി ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റം കണ്ടുപിടിച്ചാൽ ഞാൻ ചെയ്ത്. ഞാൻ ക്യൂലിക്കൊക്കെ എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇലക്ട്രിക് മിറർ ചെയ്തിരുന്നത്. അതിലാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്, വീട് ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ക്യൂലിക്കായിട്ട് ബന്ധപ്പെട്ട് അവർ ഫുൾ ഇൻസ്റ്റാൾ ചെയ്തത്. പുറമേ നിന്ന് വരുമ്പോൾ ആദ്യം എനിക്ക് ഗേറ്റ് തുറക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് തുറന്നിട്ട് വേണം എനിക്ക് വണ്ടി കണ്ട് കയറാൻ. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പോൾ മൊബൈലിൽ ചെയ്യാം. അതിലാണ് ക്യൂലിക്കിലൊരു പുതിയൊരു ടെക്നോളജി എന്താ വെച്ചാൽ ഓഫ്ലൈനിൽ നമ്മൾ മൊബൈൽ ഓഫാണെങ്കിലും ഓഫാക്കി വെച്ചാൽ നമ്മൾ ഇതിൽ കൺട്രോൾ ചെയ്യേണ്ട ഒരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കറിൻ്റെ മുകളിൽ വെച്ച NFC സ്റ്റിക്കർ അത് വെച്ചാൽ നമുക്ക് ഏത് വേൾഡിൽ എവിടെ വെച്ചാലും നമുക്ക് ഈ ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇതിൽ ഞാനൊരു മോഡ് വെച്ചിട്ടുണ്ട്, ഗസ്റ്റ് മോഡ്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ എല്ലാ റൂമിലും പോയാണ്ട് ഏറ്റവും സ്വിച്ചും AC ഫാന് എല്ലാം നിൽക്കേണ്ടി വരും. അപ്പോൾ അത് വേണ്ട, നമ്മൾ ഗസ്റ്റ് മോഡിൽ ജസ്റ്റ് ഒരു ഗസ്റ്റ് മോഡ് ഇത് നിൽക്കിയാൽ ഏതൊക്കെയാണ് ആദ്യം ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട് അത് നമുക്കിതിൽ ഒറ്റ ക്ലിക്കിൽ എല്ലാം ഓണായി. പിന്നെ ഇപ്പോൾ ഞങ്ങൾ പുറത്തായിരിക്കും, വൈകിട്ടോ രാത്രിയൊക്കെ പുറത്തായിരിക്കും. അപ്പോൾ പുറത്ത് ലൈറ്റ് ഓൺ ചെയ്യണം. അത് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ ടൈം മുതൽ ഈ ടൈം വരെ. ഇപ്പോൾ ചില ദിവസങ്ങളിലൊന്നും നമ്മളിവിടെ ഉണ്ടാവില്ല. നമ്മൾ പുറത്തുള്ള ടൈമിൽ ആകുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഗേറ്റിൽ പുറത്ത് ലൈറ്റ് ഓൺ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കണം. അപ്പോൾ ഈ ടൈം മുതൽ ഈ ടൈം വരെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ടൈം വരെ നമുക്ക് ഓട്ടോമാറ്റിക്കായി ചെയ്യും. ആരും അതിന് വരേണ്ട, ഒരു സർവൻറ്റിൻ്റെ ആവശ്യമില്ല, ആരും ആവശ്യമില്ല. നമുക്ക് തന്നെ ഇതിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന വിഷയമുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഓട്ടോമേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പല ടീമുകളും നമുക്കിത് പ്രൈസ് കുറച്ചാണ്, ചീപ്പ് പ്രൈസിൽ നമുക്ക് സാധനം പ്രൊവൈഡ് ചെയ്യും. പക്ഷേ അവരെ ക്വാളിറ്റീൻ്റെ പ്രശ്നമാണ്. ഇവരെ ക്വാളിറ്റി 100% ഓക്കെയാണ്. സർവീസും അതുമാതിരി തന്നെയാണ്. 24/7 നമുക്ക് സർവീസ് എപ്പോഴും കിട്ടും. ഏത് ടൈമിൽ വിളിച്ചാലും അവർക്ക് സപ്പോർട്ട് തരും, ബാക്ക് സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്യൂലിക്കിനെ പ്രിഫർ ചെയ്തത്.